ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ആൻഡ് ഇന്ന് വന്നിട്ടുള്ളത് നീഡ് ഫോർ സ്പീഡ് ഡോൺ ലിമിറ്റിൻ്റെ പാർട്ട് 3 ആയിട്ടാണ്. ഓക്കെ, എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയതിൻ്റെ ബാക്കി കളിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് കളക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. കുറച്ച് അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഇനി നേരെ നമുക്ക് ഗെയിമിൽ കിടക്കാം. അങ്ങനെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വന്നു കാരീസ്. ഓക്കെ, 254 പവർ ആരുടെ വണ്ടിക്കുള്ളൂ. നമ്മുടെ വണ്ടിക്ക് 452 ഉണ്ട്. പവർഫുള്ളാണ്. കഴിഞ്ഞ പാർട്ടിൽ ഈ വണ്ടി കിട്ടിയത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എത്തൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്നും പിന്നെ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, നമ്മൾ ഡയറൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സെയിം വണ്ടിയാണ് അല്ലേ? സെയിം തന്നെയല്ലേ? കുറച്ച് അവിടെ എന്തൊക്കെയോ ഇവിടെയൊക്കെ മാറ്റങ്ങൾ ഒഴിവായി. നമ്മളൊന്നും നോക്കില്ല, നമ്മൾ ഫുൾ കത്തിച്ച് വിടലാണല്ലോ. നമ്മൾ പ്രോയാണ്. എന്നാൽ വീഡിയോ എന്താ അറിയില്ല, നമ്മൾ വീഡിയോക്ക് വളരെ ക്വാളിറ്റി കുറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ് തോന്നുന്നുണ്ട്. ഗെയിമിനകത്ത് ക്വാളിറ്റിയും കുറവുണ്ട്. ഗ്രാഫിക്സ് കൂട്ടാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഇഷ്യൂസ് കൊണ്ട് തന്നെ വലിയ ക്വാളിറ്റി നമ്മൾ വീഡിയോ ഇറക്കണില്ല. ഇനി 720p-യും 60 FPS-ലാണ് നമ്മൾ ഞങ്ങളുടെ ഇറക്കാൻ പോകുന്നത്. നമ്മളിത് മുന്നേ ഇതേ മാപ്പ് കളിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ നൈസായിരുന്നു കേട്ടോ. എനിക്ക് അന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് സെറ്റാകാൻ കഴിഞ്ഞില്ല. മറ്റേ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്താണ് കൊണ്ടുവന്ന് കയറ്റി, അത് നേരെ കൊണ്ടുപോയി അതിന് ഭിത്തിപ്പോയി ഒറ്റയടി. ഇപ്പം എന്താ നമ്മൾ പവറായിട്ടാണ് റൈസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 280 സ്പീഡ് കേട്ടോ. നമ്മൾ അങ്ങനെ സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോട്ടം മാറിയാൽ നമ്മളെ വണ്ടി എന്തായാലും ഭിത്തിയിലുണ്ടാവും, എന്തായാലും കൊണ്ടുണ്ട്. പിന്നെ സെയിം ഡ്രൈവറാണല്ലോ. മോനെ വാടാ, എവിടെ അവൻ? എന്നെ കാണുന്നില്ല. ചാപ്റ്റർ കംപ്ലീറ്റഡ്. ഓടാ മോനെ, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് കംപ്ലീറ്റ് ചെയ്യുന്നതല്ലേ? ആണ് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. നമുക്ക് ടോട്ടൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് അറിയില്ല, മൊത്തത്തിൽ നോക്കിയിട്ടില്ല. നമ്മൾ കളിച്ചങ്ങനെ പോവാണ്. ഓക്കെ, കണ്ടിന്യൂ. എന്താ കിട്ടുക? ഓക്കെ, ലെവൽ അപ്ഗ്രേഡായി 6 ലെവൽ. ഓക്കെ, NFS കറക്റ്റ്. ഓക്കെ, ഈ വണ്ടീൻ്റെ ഫോർഡിൻ്റെ എന്തോ ഇത് കിട്ടിയിട്ടുണ്ട്. ടോക്കൺ വെച്ചാണ് എത്തുന്നത്. നമ്മൾ ആ ടോക്കൺ ഓരോ വണ്ടിക്ക് ഇന്ന എത്ര ടോക്കൺ എടുത്താലും ഇത്ര കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി എത്ര ടോക്കൺ എടുത്താൽ ഒരു 30 ടോക്കൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അത് സെറ്റപ്പാണ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗെയിംസ് അവിടെ നമുക്ക് സൈഡ് മിഷീൻസ് കളിക്കാണ്ട്, അത് ഞാൻ ഓഫ്ലൈൻ കളിച്ചുകൊണ്ട്. ഓക്കെ, നമ്മൾ വീഡിയോ ഇല്ലാതെ കളിച്ചുകൊണ്ട്. ഓക്കെ, തുടക്കം തന്നെ റഷ് 100 ഉണ്ട്. ഓക്കെ, ഉണ്ട് എന്തോ ഒരു വെറൈറ്റി പേരാണ് മോനെ. അവൻ്റെ വണ്ടി രണ്ടൊക്കെ സെയിം വണ്ടിയാണ് നിന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഏത് വണ്ടി എന്നാലും നമ്മൾ പറപ്പിച്ചു വിടും. ഒക്കെ മനസ്സിലായി. പക്ഷേ ഇത് ഫിനിഷ്. ഓക്കെ, എന്നാ പിടിച്ചോ. അവന് അപ്പത്തന്നെ അവിടെ പോയി. അവിടെ മോനെ സെറ്റാണ്. ഫുൾ പവറിട്ടാണ്. ഇപ്പം നമ്മൾ വീഡിയോ കാണുന്നവർ നമ്മൾ ഫുൾ സ്ക്രീനായി കാണുമല്ലോ. ഫുൾ സ്ക്രീനാക്കി കാണുമ്പോൾ ക്വാളിറ്റി കുറയും. ആ സ്ഥലത്ത് മറ്റേതാക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ടാകും. മനസ്സിലായോ? കാരണം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നമുക്ക് പോയി ഇവിടെ പറഞ്ഞിട്ട് പോയി കുറച്ച് ടാസ്ക്കാണ് ഡ്രൈവിങ്. ഇച്ചിരി പ്രശ്നമാണ്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സ്ക്രീൻ ചെറിയ രീതിക്ക് കാണിക്കുള്ളൂ. ആ ഒരു പകുതിയിൽ നമ്മൾ സാധാരണ ഒരു വീഡിയോ എടുത്താൽ എങ്ങനെ കാണിക്കില്ല, ആ രീതിക്ക് കാണിക്കുള്ളൂ. ആ കാണിക്കുന്ന ടൈമിൽ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ ആ വീഡിയോ ഇറക്കുന്ന ടൈമിൽ ക്വാളിറ്റി പോവാണ്. ആ വീഡിയോ ഹൈ ക്വാളിറ്റിയിലൊക്കെ ഇട്ട് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചത്ര പവർ കിട്ടുന്നില്ല. ആണ് ഗെയിമിൻ്റെ ഗ്രാഫിക്സ് കൂട്ടാനും പറ്റുന്നില്ല. അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, നമ്മളെ വണ്ടി നൈസാലേ, സെറ്റാണ്. ഇതൊക്കെ വരുന്നത് ചടപ്പാണ്. 100. ഓക്കെ, അടുത്തത് ഇത് ചിലപ്പോൾ വീഡിയോ ലെങ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളൊരു ഗെയിം ഇന്നലത്തെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്ടേന്. ചാപ്റ്റർ 2 കംപ്ലീറ്റഡ് ആണ്. 3 നമ്മൾ എങ്ങനെയായാലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ അറിയില്ല. കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ സെറ്റായി കിട്ടും. ഫുൾ സെറ്റാണ്. ഏതല്ല, നമ്മളെപ്പോഴും ഈ വണ്ടി വെച്ചിട്ടാണ് കളിക്കാറുള്ളത്. വണ്ടി സെറ്റാട്ടാ. നേരത്തെ ഓടിച്ച വണ്ടി ഉണ്ടല്ലോ, ഇതിലേറെ പവർ തോന്നുന്നുണ്ട്.
ഒന്നുകൂടെ നല്ല പവറിൽ പോയാൽ കൺട്രോളും കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷേ ഈ നമ്മൾ ഓരോ വെഹിക്കിൾ ഇങ്ങനെ ഓട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പവർ ഇങ്ങനെ മനസ്സിലാവും. വെച്ചാൽ കൺട്രോളിങ് നമ്മൾ കയ്യിൽ കിട്ടും. ഏകദേശം എത്രത്തോളം സ്പീഡ് പോകും, എങ്ങനെയൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യും, ആ ഒരു കൺട്രോൾ നമുക്ക് മനസ്സിലാവും. അതിങ്ങനെ ഈസിയായിട്ട് എടുത്ത് പോകാം. പക്ഷേ ഇതേപോലെ എവിടെയെങ്കിലൊക്കെ തട്ടും, അതാണ് പ്രശ്നം. എപ്പോഴും ഒരേപോലെ ആയിക്കോണമെന്നില്ല. ഇത് ടോപ്പ് സ്പീഡ് എത്രയാണ് അതുപോലെ? ഓക്കെ, ഇവിടെ നിന്ന് നോക്കാം. ടോപ്പ് സ്പീഡ് 251, 252. അതാണ് അത്രയുള്ള സ്പീഡ്. 284 വന്നിട്ട് കേട്ടോ ടോപ്പ് സ്പീഡ്. ഇല്ല, 288. 288 നമ്മളെ ഈ വെഹിക്കിളിൻ്റെ ടോപ്പ് സ്പീഡ്. 578 കൊണുവ. കുഴപ്പമില്ല, ഉള്ള അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുറേ കളക്ട് ചെയ്തൊക്കെ കേട്ടോ, നല്ല കാര്യമുള്ളൂ. ഇത് എന്തൊക്കെയാണ് പറഞ്ഞു, എന്താ നമുക്ക് ആരുടെ മനസ്സിലായില്ല. എല്ലാവരും ഇങ്ങനെ അപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെറ്റാണ്, കളക്ട് ചെയ്യാണ്ട് ഒക്ടർ അങ്ങനത്തെ അല്ല ഇന്ന് എഴുതിയത്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, നമ്മൾ ഇന്ന് ടോട്ടൽ 3 കഴിഞ്ഞു. ഇനി 4ാമത്തെ. ഓക്കെ, ഷാർക്ക മുന്തിരിങ്ങ, ഷാർക്ക നാരങ്ങ. ഓക്കെ, ഞാൻ അപ്പം വരാം. നമ്മൾ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്, എന്താണെന്നുള്ള വീഡിയോയിടയ്ക്ക് വരും. നമ്മൾ ചില വണ്ടികൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷേ എനിക്ക് കയ്യിൻ്റെ അടുത്തുള്ള പേയ്മെൻറ്റ് വെച്ചിട്ട് മാക്സിമം വണ്ടിമ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ വണ്ടി ഇപ്പോൾ എടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത കളിയോ അല്ലെങ്കിൽ പിന്നെ കളിയിലോ എടുക്കാം. ഓക്കെ, ചുമ്മാ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഓക്കെ, പറപ്പിച്ചിവിടെ വാപ്പ അങ്ങോട്ട്. നമ്മുടെ ഇപ്പോൾ എന്തൊക്കെ വണ്ടികളില്ല, അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടികളുണ്ട്. വെഹിക്കിൾസ് സെറ്റാണൊക്കെ. ചില വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അങ്ങനെ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ഈ വണ്ടിയില്ല. ഞാനിപ്പോൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് മുന്നേ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചില നേരം. ഇത് ഇമാതിരി ചെറിയ ചെറിയ റോട്ടിൽ കൂടെ ഒക്കെ ഓട്ടില്ലേ, ഡ്രൈവിംഗ് കുറച്ച് റിസ്ക്കാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കും. വ്യക്തി പേടിച്ച് വെച്ച് ആ കൺട്രോളിങ് ഉണ്ടോ എന്താ ഇവിടെയാണ് പണി. തട്ടി ഉറപ്പുണ്ട്. ഒരു ചില നേരം എനിക്ക് എൻ്റെ ഗെയിം പ്ലാൻ അങ്ങോട്ട് ഡൗൺ ആയിപ്പോയി. മോനെ ആ വണ്ടിന് വരുന്ന നിൽക്കണല്ലേ. 239 ഗുണം കിട്ടിയിട്ടുണ്ട്, പ്രശ്നമില്ല. നമ്മൾ ഞാൻ എപ്പോഴും ടോപ്പ് പവർഫുൾ വണ്ടി BMW M3. നമ്മുടെ ഏറ്റവും മൂന്ന് സാധനം കൊടുത്തിട്ട് ഏതെങ്കിലും ഏതെടുക്കണ്ടേ. ഇത് അത്യാവശ്യമുള്ള സാധനമാണ്, ആവശ്യമുണ്ട് നമുക്കത്. കിലോടെ ഏറ്റവും ഏകദേശം നമ്മളെത്ര കഴിഞ്ഞ് ടോട്ടൽ 4 കഴിഞ്ഞു. നമുക്ക് 5ാമത്തേക്ക് ചാപ്റ്റർ 3 4ാമത്തെ ഇതാണ്. കണ്ട BMW കണ്ട നിങ്ങൾ? ആ BMW കണ്ട റൈറ്റാണ് മക്കളെ. അത് പവർഫുള്ളാക്കി ഞാൻ മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഫുൾ ഓൺ ഫുൾ പവർ. കണ്ടേ, നമ്മൾ പവറാക്കി വണ്ടിയെ അങ്ങ് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നു. ഫുൾ ഓൺ ഫുൾ പവറായി. ഇനി നമുക്ക് 300 അടുപ്പിച്ചാൽ അങ്ങനെയെങ്കിലും നല്ല വണ്ടി നല്ല പവർ ഇട്ടോളും. BMW ടോപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അവൻക്കിട്ടൊരു കൊട്ട് കൊടുത്ത് 223, 24. എടാ ഈ പോലീസിന് പോലീസാ പോലീസ് മറിഞ്ഞോ? അപ്പം ഗെയിം ഒന്നും കൂടി പ്രശ്നമായി വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ പോലീസിനെങ്ങനെ ഇതാക്കണ്ടേ? അവിടെ പോകാൻ 2 പോലീസും മുന്നിൽ. ഇതൊക്കെ എന്താ തേങ്ങ? അതെന്താ കാട്ടണ്ടേ? അള്ളി ഒരു വണ്ടി മുട്ട പണിത് നമ്മൾ അമ്പോ. ഒരു പോലീസ് നമ്മളങ്ങനെ വെട്ടിച്ചു. ഓക്കെ, കുറച്ച് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. കാരണം വേറൊന്നുമില്ല, നമ്മൾ എന്തായാലും ഇതിന് ലെങ്ത്ത് കൂടും. അപ്പോൾ നമ്മൾ ഒരു രീതിക്ക് ലെങ്ത്തിലാണ് എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത്.
മിക്ക വീഡിയോ നമ്മൾ ഇട്ടത് 13 മിനിറ്റിന് 14 മിനിറ്റിലൊക്കെയാണ്. അപ്പം അങ്ങനെ തന്നെ സെറ്റാക്കാൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ചെറിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോകും. ഇത് നമ്മൾ മെയിൻ പോർഷൻസ് മാത്രം വെക്കുന്നുള്ളൂ. സെറ്റാക്കുക, ഒക്കെ സെറ്റാക്കുക. അടുത്ത ദിവസം ഒന്നും കൂടി നമുക്ക് ഉഷാറാക്കണം. വണ്ടി ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം. ഇതിപ്പോൾ ഫുൾ അപ്ഗ്രേഡ് അല്ല, ഫുള്ളായി അപ്ഗ്രേഡ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇവനെ പണിയണം. ഈ പോലീസിൽ പണിയണം. രണ്ടാമത്തെ കളിയാണ്. കഴിഞ്ഞ കളിക്ക് നമുക്ക് പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരാളെ മാത്രം നമുക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ ഇവൻ ബാക്ക് തൊട്ട് പിടിക്കുന്നുണ്ട്. 40 മീറ്റർ സ്പീഡിന് വണ്ടിയുടെ പവറേ. അതൊക്കെ എടുത്ത് ചെയ്തത് ചാമ്പ്യല്ലോ. ഏതാ ഡൗൺ ഉണ്ടോ അവനെ ഭിത്തിലിട്ടൊട്ടിച്ച്. അപ്പോൾ അതാണ് പരിപാടി. പോലീസിന് ഭിത്തിട്ടൊട്ടിക്കണം വേണ്ടേ? എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കറിയില്ല, നിങ്ങൾ പറയുക. അഡിക്സിലാണ് പറ്റി റോക്കിൻ്റെ സണ്ണോ നമ്മൾ കൂടെ. അയ്യോ പ്രശ്നമാണല്ലോ. അപ്പം തൂക്കാം. റോക്കിൻ്റെ സണ്ണിന് തൂക്കണമല്ലോ. ഒന്നും എൻ്റെ വണ്ടി ഉണ്ടോ എന്തിനത്? എന്ത് കൊള്ളാലേ. പക്ഷെ നമ്മളെ BMW എത്ര പോവോ? BMW M3 പവർഫുൾ. എൻ്റെ മോനെ പൊന്നിടാവേ. വിട്ടുപിടി നീയൊക്കെ. നീക്കൊന്നും മുട്ടാനായിട്ടില്ല. എന്താ പിന്നെ അവൻ്റെ കണച്ച ഊള വണ്ടിയും കൊണ്ടുവരുന്നത്. വണ്ടിൻ്റെ അല്ല പ്രശ്നം, ഡ്രൈവറിൻ്റെയാണ് പ്രശ്നം. അതൊക്കെ മണ്ടന്മാരാണ് നോക്കുന്നത്. നമ്മൾ പ്രൊഫഷണലാണ്. നമുക്ക് ആ കൺട്രോൾ ഇപ്പോൾ കൈക്ക് കിട്ടി. അതുകൊണ്ടല്ലേ ഫസ്റ്റ് ടൈം തുടങ്ങിയപ്പോൾ ഞാൻ ഒരുമാതിരി കൺട്രോളായിരുന്നു. ചെറിയ തട്ടിലും മുട്ടിലൊക്കെ ഉണ്ടാകും, സ്വാഭാവികം. ക്ഷമിക്കുക. എന്നാലും ഈ റൈസോട് കൂടി എൻ്റെ ആക്കാം. കാരണം അത്യാവശ്യം ഇപ്പം തന്നെ നല്ല ലെങ്ത്ത് ഒടുങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, പൊന്നു ഏതാ? BMW വേറെ ലുക്ക് തന്നെ അല്ലേ. അടുത്ത വർഷം കൂടി അപ്ഗ്രേഡ് ചെയ്ത് ഞാൻ കൊണ്ടുണ്ട്. അപ്പോൾ വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൊന്ന് ഓൾ ചെയ്യുക. അപ്പോൾ ഞാൻ വന്ന വീഡിയോക്ക് നോട്ടിഫിക്കേഷനുമായി വരുന്നതായിരിക്കും. നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ. ആൻഡ് ദിസ് ഈസ് RDX Loren signing off. Bye. Peaky Blinders.